നമുക്ക് എങ്ങനെയാന്ന് ഒരു നല്ലൊരു മെന്റൽ സ്റ്റേറ്റിലേക്ക് എങ്ങനെയാ പോകാൻ പറ്റുക? ആദ്യത്തെ കാര്യം നമ്മളെ അറിയണം. നമ്മുടെ പോരായ്മകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്കത് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പൊ ഒരു 2-3 മാസം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. എവിടെയൊക്കെയാണ് എനിക്ക് പാളിച്ച വരുന്നത്? അതായത് എനിക്ക് ചില സിറ്റുവേഷനിൽ ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ വരും. ആ ടെൻഷൻ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചു, വീണ്ടും ശ്രദ്ധിച്ചു, നമുക്കതിലൊരു പിടുത്തം കിട്ടും. അതുപോലെ തന്നെ ദേഷ്യം പിടിക്കുന്നത്. എന്താണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ? എന്താണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ? പിന്നെ അതുപോലെ തന്നെ ആരൊന്നിച്ച് എനിക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ കംഫർട്ടബിളും ഹാപ്പി ആവുന്നത്? എന്താണ് എന്നെ നെഗറ്റീവിലേക്ക് ഡ്രോ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ ഒരു 2-3 മാസം എടുത്തിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷൻസ്, ചിലപ്പോൾ ചില ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ചില എന്താ പറയണ്ടേ, നമ്മുടെ ചൈൽഡ്ഹുഡിലെ ചില എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാവും നമുക്ക് പെയിൻ തന്നെ. അങ്ങനത്തെ ആ ഇവന്റ് വീണ്ടും വരുമ്പോൾ നമ്മളത് ആ ഒരു എന്താ പെയിൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില സൈക്കിൾസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. അതായത് ഇപ്പോൾ ഒരു സ്ട്രെസ് വരുന്നുണ്ട്, ചില ആൾക്കാർ ഭയങ്കര ഓവർ ഫുഡ് കഴിക്കും. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അതൊന്നും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ചില ആൾക്കാർ ഇങ്ങനെ നടക്കും, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പൊ നമ്മൾ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. 1-2 പ്രാവശ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെയാണ് നമ്മൾ കറക്ഷനിലേക്ക് പോകേണ്ടത്.